നടക്കും. ഇപ്പോഴേ പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. റഹീം നമുക്കൊപ്പം ചേരുന്നു ആശുപത്രിയിൽ നിന്നും തത്സമയം. റഹീമെ, ഇതുവരെ 13 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു. ICUവിൽ 10 പേരുണ്ട്. ഇതിൽ 2 പേർ വെന്റിലേറ്റർ സഹായത്തോടെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. 108% ബേൺ വന്നതായി ആരോഗ്യമന്ത്രി തന്നെ രാവിലെ പറയുന്നത് കേട്ടു. എന്താണ് ഇപ്പം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? സേതു, നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില ഒട്ടും തൃപ്തികരമല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതായത് ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ ഏകദേശം 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ 2 പേർ, അതായത് ഈ വെടിപ്പുര നടത്തിയിരുന്ന സതീഷ്, അതായത് ലൈസൻസി, അദ്ദേഹം ഉൾപ്പെടെ ഏകദേശം 2 പേർ 90%-ലധികം പൊള്ളലേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അവർക്കൊക്കെയും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്, ഒരു രോഗിക്ക്, അതായത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ICUവിൽ കഴിയുന്ന അവരുൾപ്പെടെ ഒരു രോഗിക്ക് 3 ഡോക്ടർമാർ എന്ന നിലയിലാണ് ഇപ്പോൾ ആരോഗ്യ സംഘം അവരെ പരിചരിക്കുന്നത്. ആ രീതിയിൽ തന്നെയുള്ള പരിചരണം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ചില ആളുകൾ, അതായത് ഈ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, ഇത് പൊട്ടൽ കണ്ട ഉടനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ചില ആളുകളുണ്ട്. അവർക്ക് കാര്യമായ പരിക്കുകൾ, അതായത് പൊള്ളലേറ്റിട്ടില്ല എങ്കിൽ പോലും അവർക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ട്. അതായത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ കാലിന്റെ കുഴയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെയും ആ രീതിയിൽ തന്നെയുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യ സംഘത്തിന്റെ ദൗത്യം. നിലവിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള വിദഗ്ധ സംഘം, ഡോക്ടർമാരുടെ സംഘം ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. കൂടാതെ ആവശ്യമെങ്കിൽ എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുകൂടി വിദഗ്ധ സംഘങ്ങളെ എത്തിക്കണമെങ്കിൽ അത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നലെ ഏകദേശം 9 മൃതദേഹങ്ങൾ, അതായത് ശരീരാവശിഷ്ടങ്ങളും ഫുൾ ബോഡിയും ഉൾപ്പെടെ ഏകദേശം 9 മൃതദേഹങ്ങൾ ഇന്നലെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നലെ രാത്രി തന്നെ ഏകദേശം 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. കൂടാതെ ചില ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചതിന്റെ DNA പരിശോധനാ ഫലം DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘമാണ് അത് DNA സാമ്പിളുകൾ ശേഖരിക്കുക. അവരും രാവിലെയോടുകൂടി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏകദേശം 23 ശരീരഭാഗങ്ങൾ കിട്ടിയതായാണ് ഇന്നലെ മെഡിക്കൽ കോളേജിന്റെ ഫോറൻസിക്സ് വിഭാഗം അറിയിച്ചത്. ഇതിൽ 11 ഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. അതായത് ഫുൾ ബോഡി കൂടാതെ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചതിലും ഏകദേശം 11 ശരീരാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടവും ഇന്നലെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിലൊരു അവ്യക്തതയുണ്ട്. കാരണം ഇത് ഒരാളുടെ തന്നെയാണോ, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ശരീരാവശിഷ്ടങ്ങളാണോ എന്നതിലൊരു അവ്യക്തത നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ DNA സാമ്പിളുകൾ ശേഖരിച്ചുവെങ്കിൽ മാത്രമേ അത് എത്ര പേരുടേതാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരു വ്യക്തി, സുന്ദരൻ, അദ്ദേഹം പാലക്കാട് പത്തിരിപ്പാല സ്വദേശിയാണ്. അദ്ദേഹം ഇന്നലെ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏകദേശം 5ഓളം ഇടങ്ങളിലായാണ് ഈ വെടിപ്പുര പ്രവർത്തിച്ചിരുന്നത്. അവിടെ വിവിധ ഭാഗങ്ങളിൽ എത്രത്തോളം ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിലൊരു വ്യക്തതയില്ല. കാരണം പലരും കഴിക്കാനൊക്കെയായി പുറത്തേക്ക് പോയിരുന്നു. അതുകൂടാതെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ആളുകൾ പുറത്തേക്ക് പോയിരുന്നു. അതുകൊണ്ട് എത്രത്തോളം ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല.